എൻ്റെ പേര് CK ബീന. ഞാൻ ചമ്മന DCK യൂണിയൻ ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായിട്ട് 25 വർഷം ജോലി ചെയ്തു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയാണ് വായന, അതുപോലെ തന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുക എന്നുള്ളത്. ഇതിന് ശേഷം ഒരു ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് കുട്ടികളിലേക്ക് പുസ്തകങ്ങളെ എത്തിക്കുക എന്ന ഒരു തോന്നൽ എനിക്ക് വന്നത്. കാരണം വായന എന്ന് പറയുന്നത് നമുക്ക് എന്നും നമ്മളെ ഒരുപാട് ആശയങ്ങൾ തന്ന് നമ്മളുടെ കൂടെ ആത്മവിശ്വാസം വളർത്തി നമ്മുടെ കൂടെ നിഴലുപോലെ ഉണ്ടാകുന്നതാണ് അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പ്രായത്തിലായാലും ഏത് സമയത്തായാലും എത്ര പാനിക്കായാലും ജീവിതത്തിൻ്റെ ഏത് ക്രൈസിസിലായാലും നമുക്ക് പുസ്തകങ്ങൾ നമുക്ക് ഒരുപാട് സഹായിക്കുന്നു എന്ന് അനുഭവത്തിലൂടെ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്തപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്കറിയാം, വിശ്വവിഖ്യാത സാഹിത്യകാരനായ ബേക്കൺ പറഞ്ഞതുപോലെ റീഡിംഗ് മേക്കത്ത് എ ഫുൾ മാൻ, കോൺഫറൻസ് എ റെഡി മാൻ ആൻഡ് റൈറ്റിംഗ് ആൻ എക്സാക്റ്റ് മാൻ. ഈ ഒരൊറ്റ വരിയിൽ നിന്ന് തന്നെ വായനയുടെ പ്രാധാന്യം എന്ത് എന്ന് നമുക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും ഒരു പുസ്തകം വായിക്കണമെന്ന് നമ്മൾ പറയുന്നത് ഒരു എഴുത്തുകാരൻ്റെ ആറ്റിറ്റ്യൂഡാണ്. അയാളുടെ ജീവിതം ഓരോ ജീവിതവുമാണ്, ഓരോ മനുഷ്യൻ്റെയും ഓരോ ജീവിതമാണ്. അയാൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ്, അയാൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, അയാൾ കണ്ടുമുട്ടുന്നവർ വ്യത്യസ്തമാണ്. എല്ലാം ഓരോ മനുഷ്യനും ഓരോ യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അയാൾ പകർത്തുന്ന അക്ഷരങ്ങളിൽ തീർച്ചയായിട്ടും അയാൾ കണ്ട ജീവിതമുണ്ട്, കേട്ട ശബ്ദമുണ്ട്, അയാൾ അറിഞ്ഞതുണ്ട്, അയാൾ മനസ്സിലാക്കിയതുണ്ട്. ഇത് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഒരു മുതൽക്കൂട്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ അധ്യാപകനായ ആദരണീയനായ മധുക്കർ റാവു സാറ് പറയും, ഒരു പ്രത്യേക സമയം വരെ നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക, അതിനുശേഷം പുസ്തകങ്ങളെ മുഴുവൻ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം വായിക്കുക. അതായിരിക്കും ഒരു പുതിയ പുസ്തകത്തിൻ്റെ ഉണർവ്. പണ്ടൊരു കഥയുണ്ട്, ഒരു സെൻ കഥയാണ്. കുറേ പുസ്തകങ്ങൾ, കഥകൾ എല്ലാം വായിച്ചു കുട്ടികൾ. അപ്പോൾ ഒരു കുട്ടി അദ്ദേഹത്തിനോട് ചോദിച്ചു, ഗുരു, ഇനി ഏറ്റവും നല്ല പുസ്തകം ഏതായിരിക്കും ഞാൻ വായിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോയിട്ട് ഒരു പുസ്തകം എടുത്തു കൊടുത്തു. കുട്ടി ആകാംക്ഷയോടെ വിചാരിച്ചു, ഏത് പുസ്തകമായിരിക്കും ഇത്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് വീണ്ടും അവിടെ നിന്നു. കുട്ടി പുസ്തകം മറിച്ചു നോക്കിയപ്പോൾ ഒന്നും എഴുതാത്ത ഒരു താളാണ്, ഒരു പുസ്തകമാണ്, ഒന്നും എഴുതിയിട്ടില്ലാത്ത ആളുകളിൽ ഒന്നും. അപ്പോൾ ചോദിച്ചു, ഇതെങ്ങനെ വലിയ പുസ്തകമാകും, ഇതെങ്ങനെ ഏറ്റവും നല്ല പുസ്തകമാകും? അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു, കുട്ടി, ലോകത്തേക്ക് ഇനി ഏറ്റവും നല്ല പുസ്തകം എഴുതേണ്ടത് നീയാണ്. ഇതുവരെ എഴുതിയതെല്ലാം വായിക്കപ്പെട്ടു. നീ എഴുതാനിരിക്കുന്ന, നിന്റെ ആയിരിക്കണം ഇനി എഴുതാനിരിക്കുന്ന ഏറ്റവും നല്ല പുസ്തകമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് പുസ്തക വായന ഏറ്റവും പ്രാധാന്യപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങളാണ് ഇനി എഴുതി ചേർക്കേണ്ടത്. എഴുതാത്ത ഏടുകളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ പകർത്തേണ്ടത്, നിങ്ങളുടെ അനുഭവത്തെ പകർത്തേണ്ടത്, ജീവിക്കേണ്ടത്. ഏത് ക്രൈസിസിലും ജീവിതം അങ്ങനെയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ തരും. അതുകൊണ്ടല്ലേ നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് ടു ബി ഓർ നോട്ട് ടു ബി, ജീവിതത്തെ നോക്കിയിട്ട് ജീവിക്കണോ വേണ്ടയോ എന്ന് ജീവിതം ചോദിപ്പിക്കണം. ആ ചോദ്യം നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് ജീവിക്കണം എന്ന് നമുക്ക് തോന്നുന്നതും അവിടെ നമ്മുടേതായ സ്വന്തം പാത നമ്മൾ തിരഞ്ഞെടുക്കുന്നതും. ആ പാതയിൽ നിങ്ങൾ വ്യത്യസ്തനാകുന്നു. നിങ്ങൾ അതിനെയാണ് യുണീക്ക് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും യുണീക്കാണ് അല്ലേ? പ്രകൃതി ഒരു വലിയ പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഓണക്കാലത്ത് ആരും നട്ടു വളർത്താതെ തുമ്പയുണ്ട്, മുക്കുറ്റിപ്പൂവുണ്ട്, ഓണപ്പൂവുണ്ട്. വിഷുവിന് മാത്രം കണിവയ്ക്കാനായിട്ട് പൂക്കുന്ന കണിക്കൊന്നയുണ്ട്. കേട്ടിട്ടില്ലേ? പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, വിഷുക്കാലമല്ലേ എന്ന് കണിക്കൊന്ന പാടി ഉണരുന്നത്. അതുപോലെ തന്നെ തുളസിയുണ്ട്, തുമ്പയുണ്ട്. ഇതെല്ലാത്തിനും ഇൻകമ്പയറബിളായ, പകരം വയ്ക്കാൻ പറ്റാത്ത സ്ഥാനമാണ്. അതുപോലെ ആയിരിക്കണം നമ്മളും തിരിച്ചറിയേണ്ടത്. എനിക്ക് എൻ്റെ ചെറിയ സ്ഥാനമെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനമുണ്ട്, മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ സ്ഥാനമുണ്ട്. നമ്മളുടെ സ്വന്തമായ ചെറുതെങ്കിലും ഭംഗിയുള്ള ഒരിടം കണ്ടെത്തുകയും അതിനെ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രചോദനമാകുന്നതും ചെയ്യുന്ന ഒന്നാണ് വായന എന്ന് ഈ അവസരത്തിൽ പറയാം. അപ്പോൾ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാവോ? പുതിയ നല്ല കുറേ പുസ്തകങ്ങളുണ്ട്. കാലപ്പഴക്കം ചെന്നാലും കാലത്തിന് അതീതമായി വർത്തിക്കുന്ന അക്ഷരങ്ങളുടെ മാഹാത്മ്യം ഉറങ്ങുന്ന പുസ്തകങ്ങൾ. നമുക്ക് അവയൊന്ന് പരിചയപ്പെടണ്ടേ? അങ്ങനെയുള്ള കുറച്ച് പുസ്തകങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കപ്പോൾ കേൾക്കാം അല്ലേ?
നിങ്ങളും ശ്രോതാക്കളായിട്ട് തന്നെ ഇരിക്കുക. പറയുന്ന പുസ്തകങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ ഏതൊക്കെ ലൈബ്രറികളുണ്ട് അല്ലാത്ത രീതിയിൽ നിങ്ങൾക്കൊരു കൊച്ചു ലൈബ്രറി ഉണ്ടാക്കാം കേട്ടോ വീട്ടിൽ. ഓരോ പിറന്നാളിനും ഒരു പുസ്തകം കൂടെ നോക്കാം. നമുക്കൊരു നല്ല പുസ്തകം വാങ്ങിച്ച് നമ്മളുടെ വീട്ടിലൊരു കൊച്ചു ലൈബ്രറി സെറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ സ്വന്തം പുസ്തകമാണ്. നിങ്ങളെ നിങ്ങളാക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായിട്ട്, അക്ഷര കൂട്ടുകാരായിട്ട് ആ പുസ്തകങ്ങൾ മാറട്ടെ. അതിലേക്ക് ഏതൊക്കെയാണ് ആ ശേഖരത്തിലേക്ക് വേണ്ടത് എന്ന് ചില നിർദ്ദേശങ്ങൾ, പക്ഷെ അതൊരിക്കലും അവസാനമല്ല, നിങ്ങൾ തന്നെ കണ്ടെത്തണം. ടീച്ചർ ഇത് പറഞ്ഞാലും ഞങ്ങൾക്ക് വേറൊരു പുസ്തകത്തെ കൂടെ അറിയാലോ, എന്നാൽ പിന്നെ അതങ്ങ് വായിക്കാമല്ലോ എന്നൊരു തോന്നൽ വരിക. ഇത് പുതിയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ്. പുതിയ പുസ്തകങ്ങൾ പുതിയ ജീവിതങ്ങളെ അറിയുന്നു, പുതിയ വഴികളെ അറിയുന്നു. അതിൻ്റെ തിരക്കിലൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ പുതിയ വഴികൾ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പുതിയ വഴികളാണ് ഇനി ഭൂമിക്ക് ആവശ്യം, ഇനിയുള്ള തലമുറയ്ക്ക് ആവശ്യം. അതിനൊരു പ്രചോദനമാണ് കാലാതീതമായ പുസ്തകങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലേ? ഏതാണെന്നറിയാവോ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നേ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് ഈ രണ്ട് പേരെയും അല്ലേ? ഇതിനകത്തൊരു വലിയ അർത്ഥമുണ്ട്. ഒരുപാട് ആലോചിച്ചിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് ഈ പുസ്തകം എടുക്കാമെന്ന് വിചാരിച്ചേ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ പ്രിയപ്പെട്ട ചാച്ചാ നെഹ്റു, നമ്മുടെ ജവഹർലാൽ നെഹ്റു. ഇതാരാന്ന് നിങ്ങൾക്കറിയാലോ, ഇന്ദിരാഗാന്ധി. രാഷ്ട്രീയപരമായിട്ടുള്ള എന്തായിക്കോട്ടെ, പക്ഷേ ഇവിടെ യഥാർത്ഥത്തിലുള്ള ഒരു പാരന്റിങ് എന്താണ് എന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളുടെ ജന്മദിനത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ എല്ലാവരും ആഘോഷമാണ്, ഓരോ ദിവസവും നമ്മൾ ആഘോഷിക്കുകയാണ്. സന്തോഷമാണ് മനുഷ്യന് വേണ്ടത്, തീർച്ചയായിട്ടും. പക്ഷെ ആ ആഘോഷത്തിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ പിറന്നാളിന് ഓരോ പുസ്തകങ്ങൾ വാങ്ങിച്ചു വയ്ക്കാൻ. ഈ അച്ഛൻ ഈ മകള് തമ്മിലുള്ള ഒരു ബന്ധം അവിടെയാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജവഹർലാൽ നെഹ്റു ജയിൽവാസം അനുഷ്ഠിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ മകള് പ്രിയദർശിനിയുടെ പിറന്നാളിന് ഓരോ പിറന്നാളിനും ഓരോ കത്തുകളാണ് അദ്ദേഹം കൊടുത്തിരുന്നത്. ആ കത്തുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധിയെ ഉരുക്കു വനിത എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ പ്രത്യയശാസ്ത്രങ്ങളുടെ പരാജയമോ അല്ലെങ്കിൽ അതിൻ്റെ കുഴപ്പങ്ങളോ ഒന്നും നമ്മൾ അസസ് ചെയ്യേണ്ട. പക്ഷേ ഈ പുസ്തകം എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ, അവളുടെ വീക്ഷണത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണിത്. അതുകൊണ്ടാണ് എന്ത് എടുക്കണമെന്ന് ഒരുപാട് ആലോചിച്ചപ്പോൾ ഈ പുസ്തകം തന്നെ ആദ്യമായിട്ട് എടുക്കാം എന്ന്. അതിനകത്ത് ഏറ്റവും വലുത് എന്താണെന്നറിയോ? നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്നത് അതാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ നടക്കുന്നു. ഈ നടക്കുമ്പോൾ ഓരോ മണൽത്തരികളെയും ചവിട്ടിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, നമ്മുടെ തലയ്ക്ക് മീതെ ഒരു ആകാശമുണ്ട്, അതിനകത്തൊരു സൂര്യനുണ്ട്. നമ്മൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ ചെടികളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്ന ചെടികളുണ്ട്, ശ്രദ്ധിക്കാത്ത ചെടികളുണ്ട്, അതിൽ കുഞ്ഞു പൂക്കളുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഇതൊക്കെ മാറുന്നു. അമ്പിളിമാമൻ വരുന്നു, നക്ഷത്രങ്ങൾ വരുന്നു, പിന്നെ നിലാവ് വരുന്നു, അതുപോലെ തന്നെ തുമ്പികൾ വരുന്നു ഇല്ലേ? തുമ്പികളുണ്ട്, പാടുന്ന കിളികളുണ്ട്. ഇതിനെയൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നമ്മൾ കടന്നു പോകുന്ന നിരന്തരം നിമിഷങ്ങളിൽ നമുക്കൊപ്പം സഹയാത്രികരായിട്ടുള്ളതാണ് ഇവര്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ ജീവിതം മറ്റു തിരക്കുകളിലേക്ക് മാറുമ്പോൾ നമ്മൾ നടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾക്കൊപ്പം നമ്മളെ നടത്തുന്ന ഈ സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ കൂടി മറന്നു പോകുന്നു. പക്ഷേ ഒരു കുട്ടിയുടെ വളർച്ചയിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണെന്നാണ് നെഹ്റു ഇന്ദിരാഗാന്ധിയോട് പറയുന്നത്. ഇതിനകത്ത് അതിസുന്ദരമായ പടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഒരു പെബിളിനെ നീ കണ്ടിട്ടില്ലേ? നമ്മളും കണ്ടിട്ടുണ്ട് അല്ലേ? ഈ പെബിളിനെ എത്ര മനോഹരമായിട്ടാണെന്ന് നോക്കൂ ഇത് വരച്ചിരിക്കുന്നത്. നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും ഈ മണൽത്തരികൾക്ക് എന്ത് കഥയാണുള്ളത്. അദ്ദേഹം പറയുന്നു, ഒരു കുഞ്ഞു മണൽത്തരിക്ക് പോലും ഒരു കഥയുണ്ട്. അത് ഏതോ അഗാധമായ ഒരു കടലിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഒരു വലിയ പർവ്വതമാകാം. ആ പർവ്വതത്തിൽ നിരന്തരം തിരമാലകൾ അടിക്കുമ്പോൾ അതിങ്ങനെ പോയി പിന്നെ കുഞ്ഞ് പെബിൾസ് ആകാം. അത് കഴിഞ്ഞിട്ട് അതൊരു മണൽത്തരിയായിട്ട് നമ്മൾ നടന്നു പോകുന്ന കാൽവഴികളിൽ നിൽക്കാം. അപ്പോൾ ഒരു ചരിത്രത്തിൻ്റെ കഥയുണ്ട്, ഭൂമിശാസ്ത്രത്തിൻ്റെ കഥയുണ്ട് ഓരോ മണൽത്തരിക്കും എന്നുള്ളത് രസകരമായൊരു വസ്തുതയല്ലേ? അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പുസ്തകം ഒന്ന് വായിച്ചാലോ? പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാവോ? ആദ്യം ലിപികളൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഭോജ്പത്ര എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ലീവ്സ് ആണ് ആദ്യത്തെ ആർട്ട് എന്നാണ് പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ കുഞ്ഞു പടങ്ങൾ കൊടുത്തിരിക്കുന്നതെന്ന് അറിയാവോ? ഈ പുസ്തകത്തിനകത്ത് മുഴുവനും വളരെ രസകരമായ, നമ്മൾ മനുഷ്യൻ എങ്ങനെ മനുഷ്യനായി അറിയേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. ഇത് നോക്കൂ, നിങ്ങളെല്ലാവരും, ഞങ്ങളും പഠിച്ചിരുന്നു കേട്ടോ. ശാസ്ത്രം എത്ര വിസ്മയമാണെന്നറിയാവോ?
എനിക്ക് ഏതാണ്ട് 45 വയസ്സായപ്പോഴാണ് കേട്ടോ ഞാൻ അറിയുന്നത് 8 ഗ്രഹങ്ങളേ ഉള്ളൂ എന്ന്. അന്ന് വരെ നമ്മൾ പഠിച്ചിരുന്നത് 9 ഗ്രഹങ്ങളുണ്ട് ഇല്ലേ. അതിനകത്ത് പറയുന്നു പ്ലൂട്ടോ എന്ന് പറയുന്ന ഗ്രഹം, അതിനകത്ത് എല്ലാ വലിപ്പമൊക്കെ വളരെ ചെറുതാണ്, അതുകൊണ്ട് അതിനെ ഉൾപ്പെടുത്താൻ പറ്റൂല. അപ്പോൾ ആ വിസ്മയങ്ങളിലേക്ക് ആദ്യം കടക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ ഗ്രഹമായ ഭൂമിയെ കുറിച്ച് അറിയണം, അതിനെ വലം വയ്ക്കുന്ന പ്ലാനറ്റ്സ് മറ്റ് ഗ്രഹങ്ങളെ കുറിച്ച് അറിയണം, സാറ്റലൈറ്റ് ആയ ചന്ദ്രനെ കുറിച്ച് അറിയണം, സൂര്യനെ കുറിച്ച് അറിയണം. ഇതിനെയൊക്കെ അറിയണമെങ്കിലേ വല്ലപ്പോഴെങ്കിലും ഒന്ന് ആകാശത്തോട്ട് നോക്കണ്ടേ? അങ്ങനെ നമുക്ക് ആകാശത്തോട്ട് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം. ഒന്നും നമുക്ക് ഇടയ്ക്ക് നടക്കുമ്പോൾ എത്രയോ വർഷങ്ങളല്ലേ, 90 വയസ്സായവരും ചിലപ്പോൾ ആകാശം കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളിടത്താണ് ഈ പുസ്തകത്തിന്റെ ഭംഗി എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നിങ്ങൾക്ക് 3 വയസ്സാവട്ടെ 30 വയസ്സാവട്ടെ, നമുക്ക് ഇടയ്ക്കൊന്നും നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനും ഒരു കഥയുണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മളുടെ ചുറ്റുപാട് നിൽക്കുന്ന മരങ്ങൾക്ക് പറയാൻ കഥയുണ്ട്, അതിൽ വിരിയുന്ന പൂക്കൾക്കും കായ്കൾക്കും പറയാൻ കഥകളുണ്ട്, അതിൽ പാട്ടുപാടി എത്തുന്ന കിളികൾക്കുണ്ട്, തുമ്പികൾക്കുണ്ട്. ഓരോന്നിനും പ്രപഞ്ച വിസ്മയം തന്നെ ഒരു കഥയാണ്. അതിൻ്റെ ഒരു ഭാഗമല്ലേ നമ്മളാകുന്നുള്ളൂ. ആ തിരിച്ചറിവിന് സഹായിച്ച ഒരു പുസ്തകം. അതും രസം തന്നറിയോ, ഇന്ന് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്, പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ്. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കാണ് അദ്ദേഹം അത് അയച്ചത്. അപ്പൊ നമ്മൾ മോശമൊന്നും അല്ല അല്ലേ. ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ പ്രായമുള്ളവരെന്നോ കുറഞ്ഞവരെന്നോ വ്യത്യാസമില്ലാതെ ജീവിതത്തിന്റെ ഒരു ഭാഗമേ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഈ പുസ്തകം ഒന്ന് വായിക്കാം. അതിന് പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഇനി നോക്കൂ, ആദ്യത്തെ ലിവിങ് തിങ്സ്, ഭയങ്കര അതിശയല്ലേ, ഭൂമിയിലും മനുഷ്യനില്ലാത്ത ഒരു കാലം. ഒരു കാര്യം കൂടെ ആലോചിക്കണം, നമ്മൾ ഇന്നറിയാം പൊല്യൂട്ടഡ് ആക്കുന്നു, നമുക്ക് എയർ പൊല്യൂഷൻ ഉണ്ട്, സൗണ്ട് പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, എല്ലാം മലിനമാക്കുകയാണ്. നമുക്ക് തിരക്കാണ്, എന്തൊക്കെയോ വേഗം വാങ്ങിച്ചു കൂട്ടാനുള്ള ഓട്ടത്തിലാണ് നമ്മൾ. ആ സമയത്താണ് ലോകത്ത് ഒരു കഥയുണ്ടായിരുന്നു. ഭൂമി ചുട്ടുപഴുത്തിരുന്നു, പിന്നീട് വർഷങ്ങളോളം നിർത്താതെ മഴ പെയ്തു. ആ ജലത്തിൽ നിന്ന് ആദ്യം ഉണ്ടായതാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളില്ലെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കാം അല്ലേ. ഈ പുസ്തകം നമ്മളെ പ്രേരിപ്പിക്കുന്നത് മനുഷ്യനില്ലാത്ത ഒരു കാലം, നമ്മൾ ആരും ഒരു ദിവസം ഇല്ല. അപ്പം നമുക്കറിയാം ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ പ്രളയം നമുക്ക് ആദ്യത്തെ അനുഭവമാണ്. നിങ്ങൾ നല്ല എന്താ പറയുന്നത്, യൂണിവേഴ്സ് അനുഗ്രഹിച്ച കുട്ടികളാട്ടോ. ചില ചാലഞ്ചസ് ഒക്കെ ജീവിതത്തിൽ വരുന്നത് നല്ലതാ കുഞ്ഞുങ്ങളെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രളയം 2018 പ്രളയം നിങ്ങൾക്കൊരു ചരിത്രമായില്ലേ. ഞങ്ങൾക്ക് എത്രാമത്തെ വയസ്സിലാണ്, 50ാമത്തെ വയസ്സിലാണ് ഒരു പ്രളയം അല്ലേ. അതുപോലെ തന്നെ കൊറോണ നോക്കൂ. അപ്പൊ ചില കാര്യങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ മോശം കുട്ടികളൊന്നും അല്ല. അപ്പോൾ അനുഭവങ്ങളാണ് കുഞ്ഞുങ്ങളെ ശക്തരാക്കി മാറ്റുന്നത്. അനുഭവത്തിൽ തളരുകയല്ല വേണ്ടത്, അനുഭവത്തെ ഫേസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. അതിനാണ് യൂണിവേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ 2 ഗ്രേറ്റ് ഇവന്റ്സിന് നിങ്ങൾ സാക്ഷികളായില്ലേ. അതിനെയൊക്കെ നിങ്ങൾ അതിജീവിച്ചില്ലേ. അത്രയും ഇല്ലല്ലോ, കൊച്ചു 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 ആത്മസംഘർഷങ്ങളും. ഒന്ന് അമ്മ വഴക്ക് പറഞ്ഞു, ഒന്ന് അച്ഛൻ വഴക്ക് പറഞ്ഞു, ഒന്ന് നിങ്ങളൊരു പരീക്ഷയ്ക്കൊന്ന് തോറ്റുപോയി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വിഷയം കിട്ടിയില്ല. ലോകം എത്രയോ വിശാലമാണ്. നിങ്ങൾ ഒന്ന് ഈ ജീവിതത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ എത്ര മനോഹരമായ ഇടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നറിയാവോ. അതുകൊണ്ടാണ് കമ്പാരിസൺ വേണ്ട എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളെല്ലാവരും യുണീക്കാണ്. ഒരു ചക്ക പ്ലാവിലുണ്ടാകുന്നു, മാങ്ങ മാവിലുണ്ടാകുന്നു, എല്ലാം അവർ തമ്മിൽ ഒരു വഴക്കില്ലല്ലോ. ഒരു തുമ്പികൾ 2 പേരും പലതരത്തില്, വെള്ള നിറത്തിലെ തുമ്പിയുണ്ട്, മഞ്ഞ നിറത്തിലുണ്ട്, കറുത്തയും വെള്ളയും പുള്ളികളുള്ള തുമ്പികളുണ്ട്. കിളികളോ, എന്തോരം കിളികളുണ്ട്. അവരൊക്കെ പരസ്പരം ആശ്രയിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും അവരുടേതായ ഇടങ്ങളിൽ സന്തോഷമായിട്ടാണ്. ഈ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് വരുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇന്ദിര പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള തലത്തിലേക്ക് എത്തപ്പെടാൻ സഹായിച്ചത്. ഇനിയുള്ളത് എന്താണെന്നറിയോ, ദ കമ്മിങ് ഓഫ് മാൻ, മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത്. അവനുണ്ടായ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രൂപപരിണാമം സംഭവിച്ചുകൊണ്ട് മനുഷ്യനിലേക്ക് എത്തുന്ന ചിത്രങ്ങൾ സഹിതമാണ് കേട്ടോ ഈ പുസ്തകത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഇതിനകത്ത് സ്റ്റോൺ ഏജ്, പാലിയോലിത്തിക്, നിയോലിത്തിക് മനുഷ്യൻ, ഇതിൻ്റെ എല്ലാം ചിത്രങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൊച്ചു മനസ്സിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ആകർഷിക്കുന്ന രീതി. പ്രകൃതിയായിരുന്നു ആദ്യത്തെ ഈശ്വരൻ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകൃതിയെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ഇന്നും മനുഷ്യൻ അങ്ങനെയാണ്. നിലനിൽപ്പിന് ചവിട്ടാൻ നമുക്കൊരു മണ്ണ് വേണം, ശ്വസിക്കാൻ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴേ നമുക്ക് ആഹാരവും ശ്വാസവും ഒക്കെ കിട്ടുന്ന അമ്മയുടെ പൊക്കിൾക്കൊടിയിലൂടെയല്ലേ. ആ പൊക്കിൾക്കൊടി ബന്ധമല്ലേ നമ്മൾ സ്വതന്ത്രനായൊരു വ്യക്തിയായിട്ട് ഭൂമിയിലേക്ക് എത്തുമ്പോൾ. ഈ ശ്വാസം നമുക്കില്ല എങ്കിൽ
ഇവിടെ നിൽക്കാൻ, ചവിട്ടി നിൽക്കാൻ മണ്ണില്ല എങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ, അതിൻ്റെതായ എല്ലാ ഇക്കോ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം നമുക്കില്ലെങ്കിൽ ബാക്കി എല്ലാം മനുഷ്യനിർമ്മിതമാണ് കുഞ്ഞുങ്ങളെ, എല്ലാം വേണം, രാഷ്ട്രീയവും വിശ്വാസവും എല്ലാം വേണം. പക്ഷെ അതിനും അപ്പുറം നമ്മളെ സഹായിക്കുന്ന ഒരു പ്രകൃതി എന്ന് പറയുന്ന ഒരു ബന്ധത്തെ മനസ്സിലാക്കുമ്പോഴാണ് വിശ്വാസങ്ങളുടെ അടിത്തറ മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പരസ്പര പൂരകമായ ഒരു ആശ്രിതത്വത്തിലാണ് അതിൻ്റെ ഹാർമണി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് നമ്മളുടേതായ വിശ്വാസങ്ങളുണ്ടെങ്കിലും മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും അവരും കൂടെ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഒരു കിളിയാണ് ആദ്യത്തെ വിത്ത് വിതക്കാർ. നിങ്ങൾക്കറിയാവോ, ഒരു വയലിൽ ഇപ്പം നിങ്ങൾ നെൽകൃഷി കണ്ടിട്ടില്ലായിരിക്കാം അല്ലേ, അതിൻ്റെ ഉത്തരവാദികൾ നിങ്ങളല്ല, വിഷമത്തോടു കൂടി തന്നെ പറയാം. പക്ഷെ എങ്കിലും ആദ്യമായിട്ട് ആ കതിര് വിളഞ്ഞു എന്ന് അറിയിക്കുന്ന ആരാന്നറിയാവോ? നേരത്തെ വന്നെത്തുന്ന തത്തകളാണ്. അവർക്കറിയാം പ്രകൃതിയിൽ പഴുത്ത നെല്ലിൻ്റെ കതിരുകളുണ്ട് വിളഞ്ഞ് നിൽക്കുന്നത്. കണ്ടിട്ടുണ്ടോ? സൂര്യപ്രകാശമേറ്റ്, അസ്തമന സൂര്യൻ്റെ പ്രകാശമേറ്റ് ഇളം കാറ്റിൽ ഇങ്ങനെ ആടി നിൽക്കുന്ന കതിരുകളെ നോക്കിക്കൊണ്ട് വരുന്ന കിളികൾ. അപ്പോൾ കിളികളാണ് നമ്മൾ വനം പറയില്ലേ, എത്രയോ വനങ്ങൾ മനുഷ്യനാണോ ആദ്യം വെച്ച് പിടിപ്പിച്ചേ? അല്ല, എവിടെയൊക്കെയോ പഴങ്ങൾ തിന്നിട്ട് അടുത്ത കാടുകളിലേക്ക് പോയി അവിടെ കാഷ്ടിക്കുന്ന ആ കിളികളാണ് സത്യത്തിൽ ആദ്യത്തെ വിത്ത് വിതക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പര ആശ്രിതത്വം എന്താണ് പ്രകൃതിയും മണ്ണും മനുഷ്യനും തമ്മിലെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. മനുഷ്യർ ചെയ്യുന്ന പല വിധത്തിലുള്ള ജോലികളെ കാണിക്കുന്നുണ്ട് ഈ പുസ്തകം. മനസ്സിലായോ? അങ്ങനെ അതിസുന്ദരമായ വർണ്ണനകളിലൂടെ പാട്രിയാർക്ക് എങ്ങനെയാണ് അധികാരം മനുഷ്യനിലേക്ക് വരുന്നത്. ഇനിയുള്ളത് സിവിലൈസേഷൻ. എന്താണ് സിവിലൈസേഷൻ എന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ കുറെ കൂടെ വലിയ മനുഷ്യർ, അവിടെ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. പക്ഷെ ഒരു മനുഷ്യൻ ഓരോ ദിവസവും കുറെ കൂടെ നല്ല മനുഷ്യനാകാനുള്ള ഒരു ശ്രമം അത് നമുക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകമായിട്ട് ഇത് വരട്ടെ. സയൻസിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് മനുഷ്യൻ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശാസ്ത്രം അവനെ മുക്തരാക്കിയത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് രണ്ടു കൂട്ടരും ശ്രദ്ധിക്കണം. രക്ഷകർത്താക്കൾ ഓരോ പിറന്നാളുകൾക്കും നമ്മൾ ഏറ്റവും രസകരമായ ആഘോഷമാക്കി മാറ്റുമ്പോൾ മറക്കണ്ട ഒരു പുസ്തകം ആ കുട്ടികൾക്ക് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. കുട്ടികളോ ആ പുസ്തകം നിധി പോലെ സ്നേഹമുള്ള ഏറ്റവും മധുരമുള്ള സമ്മാനമാക്കി മാറ്റിക്കൊണ്ട് നമുക്കതൊരു കൊച്ചു ഹോം ലൈബ്രറി ആക്കി മാറ്റാം. അപ്പോൾ പേരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവൻ പ്രകൃതിയെ ശ്രദ്ധിക്കുക, അവൻ്റെ ചുറ്റുപാടുകളെ ശ്രദ്ധിക്കുക, അവൻ്റെ ബന്ധുക്കളെ ശ്രദ്ധിക്കുക, കൂട്ടുകാരെ ശ്രദ്ധിക്കുക, അവിടെ നിന്ന് സമൂഹത്തിലേക്ക് ശ്രദ്ധിക്കുക, ആ സമൂഹത്തിലെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തികമായ കാര്യങ്ങളെ ശ്രദ്ധിക്കുക, അവിടുന്ന് അവൻ്റെ രാജ്യത്തിലേക്ക് കടക്കുക, ആ രാജ്യത്തിൽ നിന്ന് ലോകം മുഴുവനുമായിട്ടുള്ള ഒരു ലോക കാര്യങ്ങളെക്കുറിച്ച് അറിയുക. അങ്ങനെയാണ് ശരിക്കും ഒരു അലേർട്ടാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ കുട്ടികൾ പത്രങ്ങൾ വായിക്കുമ്പോൾ പത്രങ്ങൾക്കും കെട്ടുപാടുകളിൽ മാറ്റങ്ങൾ വന്നിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഒരു പത്രം എന്ന് പറയുന്നത് നമ്മൾ കടന്നു പോകുന്ന സമൂഹത്തിൻ്റെ കുറേയൊക്കെ നേർചിത്രങ്ങൾ പകർത്തി തരുന്നുണ്ട്. അവിടേക്കുള്ള വായനയിലേക്ക് നമ്മളെ എത്തിക്കാൻ ഇതുപോലത്തെ പുസ്തകങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാവും. ഇതിനകത്ത് നെഹ്റു പറഞ്ഞ രണ്ട് കാര്യങ്ങളൂടെ കൂട്ടിയിട്ടെ. അദ്ദേഹം ഒരിക്കൽ കുട്ടികളോട്, അതുകൊണ്ടാണല്ലോ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് ചാച്ചാ നെഹ്റു എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? കുട്ടികളെ, നിങ്ങൾ കണ്ണ് തുറന്നു വയ്ക്കുക കാഴ്ചകൾ കാണാൻ. അതിസുന്ദരമായ കാഴ്ചകൾ മാത്രമല്ല, നമുക്ക് വിഷമം വരുന്ന കാഴ്ചകളും ഉണ്ട്, അത് പാഠമാണ്. ചെവികൾ തുറന്നു വയ്ക്കുക, ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെ നിങ്ങൾ കേൾക്കണം, മനസ്സ് തുറന്നു വയ്ക്കുക, നിങ്ങൾ കടന്നു പോകുന്ന ഓരോ നിമിഷത്തെയും അറിയുക. അവിടെയാണ് നിങ്ങൾ പക്വതയുള്ള കുറേ കൂടെ നല്ല ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് നിങ്ങൾ മാറുന്നത്. ടാഗോർ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളിലുള്ള മനുഷ്യനെ കുറച്ചുകൂടെ നല്ല മനുഷ്യൻ, നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്താൽ മതി. നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, ആദ്യം നമ്മൾ കുറവുകളുള്ള മനുഷ്യരാണ് എന്ന് നമ്മളെ സ്വയം അക്സെപ്റ്റ് ചെയ്യുക. ആ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാഠം. മനുഷ്യരല്ലേ, നമ്മളാരും പെർഫെക്ഷൻ അല്ല. ടീച്ചറും ഇതൊക്കെ പറയുമ്പോഴും ടീച്ചറും പെർഫെക്റ്റ് അല്ല എന്ന് ടീച്ചർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ കൊച്ചു ജീവിതത്തിൽ ചെയ്യാവുന്ന സന്തോഷമുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാനത് ചെയ്യുമ്പോൾ ഞാൻ ഈ നിമിഷത്തെ ആസ്വദിക്കുന്നുണ്ട്. അതുപോലെയാണ് നിങ്ങളും വളരെ കുറവുകളുള്ള മനുഷ്യർ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. കേട്ടിട്ടില്ലേ മിന്നാമിനുങ്ങിനും തന്നാലായത്, അതോ അണ്ണാറക്കണ്ണനും തന്നാലായത് ഇല്ലേ? മിന്നാമിന്നി അതിൻ്റെ പറ്റുന്ന പ്രകാശം കൊടുക്കുന്നുണ്ട്, അണ്ണാറക്കണ്ണൻ അതിന് പറ്റുന്നത്, നമുക്ക് പറ്റുന്നത് നമുക്കും ചെയ്യാം. അതുപോലെ തന്നെ ഇദ്ദേഹം ജയിലിൽ കിടന്നു. നമ്മളുടെ വിചാരം മനുഷ്യരില്ല എങ്കിൽ നമുക്ക് പിന്നെ ആരും ഇല്ലെന്നാണേ.
നെഹ്റു എന്താ ചെയ്തതെന്നറിയാവോ? വല്ലാത്ത കടുത്ത ഏകാന്തത, ഒരു സെല്ലിലാണ് അദ്ദേഹം കിടക്കുന്നത്, ആരോടും മിണ്ടാൻ വയ്യ. അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ആരാ പറഞ്ഞേ ഞാൻ ഒറ്റയ്ക്കാന്ന്? ഈ മുറിക്കകത്ത് എത്ര പേരുണ്ടാവും എന്നറിയാവോ? അദ്ദേഹം നോക്കിയിട്ട്, നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ആനിമൽസ് ഇൻ പ്രിസൺ എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം പഴുതാരയെ കണ്ടു, അട്ടയെ കണ്ടു, എട്ടുകാലിയെ കണ്ടു, തേളിനെ കണ്ടു, ഉറുമ്പുകളെ കണ്ടു. ഉറുമ്പുകളൊക്കെ വലിയ പാഠങ്ങൾ നൽകി എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റപ്പെടുന്നതെന്നാണ്. അദ്ദേഹം വൈകുന്നേരങ്ങളിൽ മാത്രമാണ് പുറത്തിറങ്ങുന്നത്. അവിടെ കാണാൻ പറ്റുന്ന ഒരു മരത്തില് എന്നും വരുന്ന ഒരു അണ്ണാനുണ്ട്. ആ അണ്ണാറക്കണ്ണനുമായിട്ട് ചങ്ങാത്തം കൂടി ആ മരങ്ങളോട് കഥകൾ പറഞ്ഞ് അണ്ണാറക്കണ്ണനോട് വർത്തമാനം പറഞ്ഞ് ആ നിമിഷങ്ങളെ അദ്ദേഹം അതിജീവിച്ചു എന്നാണ് ആനിമൽസ് ഇൻ പ്രിസൺ. അപ്പോൾ നമ്മളൊരു പുസ്തകം വായിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാവോ? അതിനോടനുബന്ധമായ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. ഇതൊരു തരം കണ്ടെത്തലാണ്. ആ കണ്ടെത്തലിന് നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ളത്. അത് ഇംഗ്ലീഷ് ഇഷ്ടമുള്ളവർക്ക് ഇംഗ്ലീഷിൽ വായിക്കാം, മലയാളം ഇഷ്ടമുള്ളവർക്ക് മലയാളത്തിൽ. ഭാഷയല്ല, ആശയങ്ങളാണ് ആദ്യം വേണ്ടത്.